എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യും, സബ് ചെയ്യും. അപ്പം നമ്മുടെ ഒലിവിയ ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോ കുറച്ച് നേരത്തെ വന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയ വീഡിയോ കണ്ടപ്പോൾ. കാരണം ചേച്ചി പറയുന്നൊന്നും എനിക്ക് അങ്ങോട്ട് കണക്ട് ആവില്ല. എന്തായാലും നമുക്ക് ആരംഭിക്കില്ല. ഞാൻ കുറച്ച് ക്ലാരിഫിക്കേഷൻ എൻ്റെ കസ്റ്റമേഴ്സിനെ ബോധ്യപ്പെടുത്താനായിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ വീഡിയോയിലും ചേച്ചി കുറച്ച് കസ്റ്റമേഴ്സിനെ ബോധ്യപ്പെടുത്താനായിട്ട് കുറച്ച് ക്ലാരിഫിക്കേഷൻ തരാറുണ്ടായിരുന്നു. പക്ഷേ ഈ വീഡിയോയിൽ ചേച്ചിക്ക് തരാൻ പറ്റിയില്ല. നോക്കാം. അപ്പോൾ ഇന്ന് എനിക്ക് തുമ്മലൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. എനിക്ക് തൽക്കാലം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ സാധിക്കുന്നില്ല. അപ്പം തുമ്മലും കാര്യങ്ങളും ആയതുകൊണ്ട് ചേച്ചിക്ക് ഇന്ന് ക്ലാരിഫിക്കേഷൻ തരാൻ പറ്റത്തില്ല. വേറൊന്നുമില്ല, തുമ്മലും കാര്യങ്ങളൊക്കെ ആയാലും ഇത് മറ്റേ പടത്തിൽ പറഞ്ഞതുപോലെ ഏത് പ്രതികാരം നാളെ ആയല്ലോ, പ്രതികാരം നാളെ ചെയ്താൽ മതിയാ. അതുപോലെയാണ് ഈ സാധനം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അപ്പോൾ തുമ്മലും കാര്യങ്ങളായതുകൊണ്ട് ചേച്ചിക്ക് ഇന്ന് ക്ലാരിഫിക്കേഷൻ തരാൻ കഴിയില്ലെന്നാണ് ചേച്ചി പറയുന്നത്. പക്ഷേ ചേച്ചിക്ക് ഇന്ന് ക്ലാരിഫിക്കേഷൻ ഇല്ലെങ്കിലും ബാക്കിയുള്ള യൂട്യൂബേഴ്സിനെ മൊത്തം കുറ്റം പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്നവരെയും കുറ്റം പറഞ്ഞ് ഈ പറയുന്ന പോലെ അവിടെ പരസ്യം നടത്തി വീഡിയോ ചെയ്ത് മൊത്തം ചെയ്യാൻ ചേച്ചിക്ക് ഒരു കുഴപ്പമില്ല. ക്ലാരിഫിക്കേഷൻ തരാൻ മാത്രം തുമ്മലുണ്ടായിരുന്നുള്ളൂ. ബാക്കി ഇത്രയും നീണ്ടു നിവർന്ന് സംസാരിച്ചിട്ട് ചേച്ചിക്ക് ഒരു തുമ്മൽ പോലും ഞാൻ കേട്ടില്ല. സത്യം പറയല്ല, എനിക്ക് ജലദോഷമുണ്ട്. ഞാൻ അത് വിക്സ് ഇട്ടിട്ട് ഞാൻ പിടിച്ച് നിർത്തിയിട്ടാണ് ഞാൻ വന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് നോക്കാം. പക്ഷെ ഞാൻ അതൊന്നും പറയില്ല, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. മനസ്സിലായോ? കാരണം ഞാൻ എൻ്റെതായ രീതിയിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് അത് അങ്ങനെയാണ്. അല്ലാണ്ട് ചേച്ചി വന്നിട്ട് തള്ളുന്ന പോലെ ഈ പറയുന്ന പോലെ എനിക്ക് തുമ്മലായത് കൊണ്ട് ക്ലാരിഫിക്കേഷൻ തരാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ പരസ്യം ചെയ്യും, ബാക്കിയുള്ളവരെ മൊത്തം ഞാൻ കുറ്റവും പറയും. ക്ലാരിഫിക്കേഷൻ മാത്രം എനിക്ക് വരത്തില്ല. കൊള്ളാം ചേച്ചി, കൊള്ളാം. അതേപോലെ തന്നെ എനിക്കെതിരെ ആരൊക്കെ എവിടൊക്കെ ഇരുന്ന് ആരോപണങ്ങൾ ഉന്നയിച്ചാലും അതൊക്കെ കേട്ട് മിണ്ടാതിരിക്കാൻ എനിക്ക് തൽക്കാലം സാധിക്കില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ പറയുന്നുണ്ട് ഇനിയെങ്കിലും നീ അങ്ങ് മാപ്പ് പറഞ്ഞ് മിണ്ടാതിരിക്കാൻ. ഞാൻ എന്തിനാ മാപ്പ് പറയേണ്ടത്? എന്തിനാ മാപ്പ് പറയണം? ഞാൻ പ്രത്യേകിച്ച് എഴുതി തരണോ? ചേച്ചി ചെയ്ത കാര്യങ്ങൾ അവിടെ നടത്തിയത്, അവിടെ സ്റ്റാഫിനെ ഓരോ ക്രൂരതയ്ക്കാണ് മാപ്പ് പറയാൻ പറഞ്ഞത്. അല്ലാതെ മറ്റേ നോട്ടീസ് അടിച്ച് വെക്കാനൊന്നും അല്ല പറഞ്ഞു ചേച്ചി എടുത്ത്. മനസ്സിലായ? ചേച്ചി ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല, അതാണ് സംഭവം. ചേച്ചിക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല. ചേച്ചി ഇപ്പോഴും നമ്മളൊരു ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ മാങ്ങയെന്ന് ചോദിച്ചാൽ തേങ്ങ എന്ന് പറയും. ഈ സാധനമാണ് ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യം, ഇന്നലെ ഞാൻ വേറൊരു ചൊല്ലാണ്, ആനയെന്ന് പറയുമ്പോൾ ജാനയെന്ന് പറയും, ഇന്ന് മാങ്ങയെന്ന് പറഞ്ഞാൽ തേങ്ങ എന്ന് പറയും. ഈ സാധനമാണ് ചേച്ചി കണക്ട് ചെയ്ത് വെക്കൊണ്ടിരിക്കുന്നത്. ചോദിക്കുന്നതിനൊന്നും ഉത്തരവില്ല, വേറെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. പിന്നെ ഞാൻ അവിടെ വന്ന് ഞാനൊരു വീഡിയോ എടുക്കണമെന്ന് ഞാൻ ആദ്യം വിചാരിച്ചതാണ്. അപ്പം ഞാൻ പിന്നെ വിളിച്ച് എന്തിനാണ് ഞാൻ അവിടെ വന്നിട്ട് വീഡിയോ എടുത്തിട്ട് കാര്യം? കാരണം നിങ്ങൾ നിങ്ങളുടെ സൈഡിൽ ന്യായീകരിച്ച് മെഴുകിക്കൊണ്ടിരിക്കും. ഞാൻ ചോദിച്ചാലും മാങ്ങ എന്ന് ചോദിച്ചാൽ തൊലി എന്ന് പറയും. അതുകൊണ്ട് ഞാൻ പിന്നെ എന്തിനാണ് അവിടെ വന്ന് എടുക്കുന്നത് ഞാൻ ആലോചിച്ചു. സത്യം, സീരിയസ്ലി അല്ല, ഞാൻ അവിടെ വന്ന് എടുക്കുമായിരുന്നു വീഡിയോ. അതുകൊണ്ടാണ് വരാത്തത്. മനസ്സിലായ? എന്ത് കാര്യത്തിനാണ് ഞാൻ മാപ്പ് പറയേണ്ടത്? ഈ പറയുന്ന ആൾക്കാർക്ക് ഈ 10-14 ദിവസം ഇല്ലായിരുന്നോ? ഈ 14 ദിവസം കൊണ്ട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരുമായിട്ട് ഞാൻ വരാൻ പറഞ്ഞായിരുന്നല്ലോ. ട്രാവലിംഗ് എക്സ്പെൻസ് ഉൾപ്പെടെ തരാമെന്ന് പറഞ്ഞായിരുന്നല്ലോ. തെളിവുമായിട്ട് എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞായിരുന്നല്ലോ. തെളിവുമായിട്ട് വരാൻ ചേച്ചി, ഈ തെളിവെന്ന് പറയാൻ ആ സ്ഥാപനത്തിൽ വെച്ചിട്ട് ഈ സിബി സാറിന്റെ കയ്യിലെന്ന് മോശം അനുഭവം ഉണ്ടായ പെൺകുട്ടികൾ എവിടെ നിന്നാണ് തെളിവ് എടുക്കേണ്ടത്? നിങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു CCTV പോലും ഇല്ല. ആ കുട്ടികൾ എങ്ങനെ ആവാഹിച്ചെടുക്കുമോ തെളിവ്? അവർക്ക് വാഗൊണ്ടല്ലേ പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ അവർക്ക് പേടിയാ. നിങ്ങളൊക്കെ സത്യമുള്ള കാര്യം ധീരത്തിൽ പറയാം, പേടിയാ. നിങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്യുമോ? വലിയ ടീംസാ. പേടി, ആ പേടി പിള്ളേർക്ക് നന്നായിട്ടുണ്ട്. മനസ്സിലായ ചേച്ചിയെ? മനസ്സിലാക്കിയ ചേച്ചിയെ? അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഇങ്ങനെ കിടന്ന് ന്യായീകരിച്ച് മെഴുകാൻ നിൽക്കാതെ ഒരു സോറി എന്തെങ്കിലും പറഞ്ഞ് അതിനുള്ള പരിഹാരവും കണ്ട് ആ കുട്ടികളെ വിളിച്ചിട്ട് ചെയ്തതൊക്കെ തെറ്റായിപ്പോയി, സോറി, അത് മൊത്തത്തിലൊന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഒരു വീഡിയോ ഇട്ട് കണ്ടിന്യൂ ചെയ്യും നിങ്ങളുടെ ബിസിനസ്. നിങ്ങളുടെ ബിസിനസ്സിനൊന്നും ബാധിക്കത്തില്ല. നിങ്ങൾ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ഒക്കെ കൊടുക്കണം എന്നല്ലേ പറയുന്നത്. അതൊന്നും ബാധിക്കത്തില്ല. കസ്റ്റമേഴ്സിന് എപ്പോഴും ബിസിനസ്സാണ്. പിന്നെ സ്റ്റാഫുകൾക്കുള്ള ദുരിതം, അവരനുഭവിച്ച കഷ്ടതയ്ക്ക് ഒരു നീതി ലഭിക്കണം. അത് മാത്രമേ എൻ്റെ ലക്ഷ്യമായിട്ടുള്ളൂ. മനസ്സിലായ? തെറ്റ് പറ്റിയായിരുന്നെങ്കിൽ ഞാൻ മാപ്പ് പറയാമെന്ന് പറഞ്ഞല്ലോ. പിന്നെ നിങ്ങൾ എവിടെങ്കിലും ഇരുന്ന് നീ വാ മൂടടി, നീ പൂട്ടിക്കെട്ടടി, നീ മിണ്ടാതിരിക്കടി, നീ കമന്റ് ബോക്സ് ഓൺ ചെയ്യടി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊക്കെ പറയുന്ന കേൾക്കാൻ നിങ്ങളുടെയൊക്കെ വടക്കേപ്പുറത്ത് കിടക്കുന്നവളാണോ ഞാൻ? മാസ്. പിന്നെ കമന്റ് ബോക്സ് ഓഫ് ചെയ്യുക, അതെന്തായിരിക്കും കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്? എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടായിരിക്കും. എന്താ കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്? കമന്റ് ബോക്സിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കമന്റ് ബോക്സ് ഒക്കെ ഓൺ ചെയ്തിട്ടുണ്ട് എങ്കിലല്ലേ അവിടെ എല്ലാവരും ഒക്കെ വന്ന് അവരുടേതായ അഭിപ്രായങ്ങൾ പറയൂ. ചേച്ചി അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് റിപ്ലൈ കൊടുക്കുക. അല്ലാണ്ട് മറ്റുള്ളവരുടെ വീഡിയോയിൽ കിടന്ന് മെഴുകുന്ന കമന്റ് എന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന് മെഴുകാതെ ചേച്ചിയുടെ കമന്റ് ബോക്സ് ഓഫ് ചെയ്യും. അവിടെ വരട്ടെ ആൾക്കാർ. ഈ ആരോപണങ്ങളും ഈ ദുരിതങ്ങളും അനുഭവിച്ച കുട്ടികൾ അവിടെ വരട്ട്. ചേച്ചി എന്തിനാ കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഈ കമന്റ് ബോക്സ് ഓൺ ചെയ്യാനുള്ള സാധനമല്ലേ, അതിനെന്തിനാ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്?
അവിടെ വരട്ടെ ആൾക്കാർ, അത് നിങ്ങൾക്കറിയാം. കാരണം ഇത്രയും നെഗറ്റീവ് കമന്റ് അവിടെ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ബിസിനസ്സിനെ ബാധിക്കും എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചിരിക്കും, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. മനസ്സിലായ? അത് ഏത് അരി തിന്നുന്നവനും ചോറ് തിന്നുന്നവനും കഞ്ഞി കുടിക്കുന്നവനും വ്യക്തമായിട്ട് മനസ്സിലാവും. എന്റെ കമന്റ് ബോക്സ് ഞാൻ ഓൺ ആക്കത്തില്ല, ഓൺ ആക്കത്തുമില്ല. അത് എന്റെ ഇഷ്ടമാണ്. എന്റെ കമന്റ് ബോക്സ് ഓൺ ചെയ്തിട്ട് അതിന്റെ ഇത് കണ്ടും എടുക്കുന്ന ആൾക്കാർ എന്റെ പ്രോഡക്ട്സ് എടുക്കണം എന്ന് എനിക്ക് നിർബന്ധവുമില്ല. ദേ കണ്ടല്ലോ, ഇതുപോലെ ലോഡ് കണക്കിനാണ് ഞാൻ ഓരോ വീഡിയോയിലും കൊണ്ടുവരുന്നത്. അതെനിക്ക് ബോധ്യമുള്ളത് കൊണ്ട്, എന്നെ വിശ്വാസമുള്ള എന്റെ പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്ത് ഇന്നും എന്റെ വീഡിയോയ്ക്കായിട്ട് കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് പേരുണ്ടെന്നുള്ള ബോധ്യത്തോടു കൂടിയിട്ടാണ് ഈ സമയത്ത് പോലും ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഞാൻ കൊണ്ടുവരുന്നത്. എൻ്റെ പൊന്നു ചേച്ചി, നിങ്ങളുടെ പ്രോഡക്റ്റോ നിങ്ങളവിടെ വിൽക്കുന്ന സാധനങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് എന്നോ ഒന്നും ഞാൻ ഒരു ആരോപണമോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. മനസ്സിലായി? ഞാനെന്നല്ല ഒട്ടുമിക്കവരും പറഞ്ഞിട്ടില്ല. പക്ഷേ അവിടുത്തെ സ്റ്റാഫിനുണ്ടായ ദുരന്തം, അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആനയെന്ന് പറയുമ്പം ചേനയെന്ന് പറയും, തൊലിയെന്ന് പറയുമ്പം തേങ്ങ എന്ന് പറയും. ഇതാണ് നിങ്ങളുടെ വർത്തമാന രീതി. മനസ്സിലായ? അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ പ്രശ്നം ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സ്റ്റാഫിനുണ്ടായ പ്രശ്നമാണ്, അതിനാണ് നിങ്ങൾ ഉത്തരം പറയേണ്ട. അല്ല നിങ്ങളുടെ പ്രോഡക്റ്റ്, കസ്റ്റമർ, ഇതൊന്നും അല്ലടേ വിഷയം, ഇതൊന്നും അല്ലടേ, മനസ്സിലാക്കടേ. എന്തുവാടേ ഇത്? എത്ര പറഞ്ഞാൽ ഇത് മനസ്സിലാവില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിനയിക്കാണ്. പറ, അത് എന്തിനാ? അതേപോലെ നിങ്ങൾ പലരും പറയുന്ന ഓരോ കാര്യങ്ങളും, ജോലി നിങ്ങൾ കൊടുക്കുന്ന ജോലി, ഇപ്പോഴും ചിലർ പറയുന്നത് എന്റെ കൂടെ നിൽക്കുന്നവരങ്ങ് വിഷമത്തിൽ നിൽക്കുവാന്ന്. നിങ്ങൾ വിളിച്ചോണ്ട് പോയി ജോലി കൊടുക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞോ കൊടുക്കരുതെന്ന്? ഞാൻ ജോലി കൊടുത്താൽ ഇതുപോലെ എന്തായാലും ഒരു സ്റ്റാഫിനെ ഇങ്ങനെ ദുരന്തത്തിലോ നോക്കില്ല. പിന്നെ എനിക്ക് വിചാരിച്ചപ്പോൾ അത്രയും പൈസയൊന്നുമില്ല, സ്ഥാപനമൊന്നുമില്ല ചേച്ചി, അല്ലെങ്കിൽ ഞാൻ ജോലി കൊടുക്കുമായിരുന്നു. മനസ്സിലായോ? നമുക്ക് അമ്മ അതിൽ അത്ര ലെവലിലുള്ള ബിസിനസ് ഒന്നുമില്ല. നാട്ടുകാരെ ഇത്രയും പറ്റിച്ച്, ഇത്രയും പിഴിഞ്ഞ്, ഇത്രയും ഫൈനും അടിച്ച് ഉണ്ടാക്കിയ പൈസയൊന്നും നമ്മുടെ കയ്യിലില്ലടേ. നമുക്ക് ഇങ്ങനെയൊക്കെ ബിസിനസ് തുടങ്ങി ഇത്രയും വലിയ സെറ്റപ്പിലൊന്നും ആക്കാൻ നമ്മളെ കയ്യിലില്ലടേ. ഇത്രയും വലിയ ശമ്പളം 40,000 50,000 പറഞ്ഞ് പിള്ളേരെയും വിളിച്ച് കയറ്റിയിട്ട് അവസാനം ഫൈൻ അടിച്ച് 5,000 10,000 വെച്ച് കുറച്ച് ഫൈനും കൊടുത്ത് അവസാനം ബ്ലാക്കിനെ വൈറ്റും ആക്കിയുള്ള കളികളൊന്നും നമുക്ക് അറിഞ്ഞുവിടറേ. നമ്മൾ സീരിയസ്ലി പറയാം, നമുക്ക് ഇത്ര ശമ്പളം കൊടുക്കാനൊന്നും കഴിയില്ല, ഉള്ള കാര്യം പറയാം. പക്ഷേ വിളിച്ചു വരുത്തി ആരെയും പറ്റിക്കത്തില്ല. മനസ്സിലായ? ആ ഒരു പരിപാടി നമ്മൾ എന്തായാലും ചെയ്യത്തില്ല. അതിൽ 100ക്ക് 110% ഉറപ്പ്. നാളെ ഒരു കാലത്തൊരു ബിസിനസ് തുടങ്ങിയാലും അവിടെ ഒരു സ്റ്റാഫിനും ഒരു ദുരന്താനുഭവം ഒരിക്കലും ഉണ്ടാവത്തില്ല. മനസ്സിലായ? അത് 100ക്ക് 110% ഉറപ്പ് പറയാം. അല്ലാതെ ചേച്ചിയെ പോലെ വിളിച്ചു വരുത്തി പറ്റിക്കുന്ന പരിപാടിയൊന്നും നമുക്കില്ല. പോയവർക്ക്, നിങ്ങളുടെ മുമ്പിൽ പരാതിയുമായിട്ട് വരുന്ന കുട്ടികൾക്ക് നിങ്ങൾ കൊടുക്കുന്ന 50,000 രൂപയ്ക്ക് ജോലി, അല്ലെ 1,00,000 രൂപയ്ക്ക് ജോലി. എന്റെ പൊന്നു ചേച്ചി, നിങ്ങൾ 50,000 1,00,000 പറഞ്ഞ് പിള്ളേരെയും വിളിച്ച് വരുത്തിയിട്ട് അവർക്ക് മറ്റേ ഫൈനും കീനും എന്ന് പറഞ്ഞ് കുറച്ചും ഫുഡും എല്ലാം കൂടി കുറച്ച് 6,000 7,000 കുറച്ചുകൂടെ വല്ല പിള്ളേർക്കൊക്കെ വല്ല ആണ്ടിലും 25,000 ഒക്കെ എടുത്ത് കൊടുത്ത് ഒന്ന് ബോധിപ്പിക്കും. എന്തിനാ ഇങ്ങനെ പറ്റിക്കുന്നത്? കഷ്ടം. പിന്നെ കൊടുത്ത് എന്നെ ക്രൂശിക്കാൻ നിങ്ങൾക്കൊക്കെ എന്ത് അവകാശമാണുള്ളത്? നിങ്ങൾക്ക് ഇത്രയും ഒരു മൊബൈലും എടുത്ത് വെച്ചിട്ട് ആ കുട്ടി വന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇപ്പോൾ പൊട്ടിക്കും, ഞാൻ ഇപ്പോൾ ചെയ്യും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ് ഓരോ വോയിസ് ക്ലിപ്പുകൾ പിന്നെ പല രീതിയിലുള്ള പിന്നെ സ്പീഡും ആക്കിയിട്ട് അതും ആക്കിയിട്ട് പല രീതിയിൽ കേൾപ്പിച്ചുകൊണ്ട് വരുന്നതാണോ നിങ്ങളുടെയൊക്കെ ഈ സഹോദരിമാരോടുള്ള സ്നേഹം? ഇത് മിക്കവാറും വോയിസിന്റെ കേസ് പറഞ്ഞ് എന്നെ ആയിരിക്കും. ഞാനെല്ലാം മിക്ക വോയിസും കൊണ്ട് പുറത്തിട്ട് വരണം. അതുകൊണ്ട് എന്നെ തന്നെ, വേറെ ആരും ആവാൻ ചാൻസ് ഇല്ല. എന്തായാലും ഇത് തന്നെയാണ് നമ്മളെ ലക്ഷ്യം. മനസ്സിലായോ? കാരണം ഇനി ഒരു സ്ഥാപനത്തിൽ നിന്നും ഒരു പെൺകുട്ടിക്കും ഇതുപോലത്തെ അനുഭവം ഉണ്ടാവരുത്. അങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ ആ സ്ഥാപനം വേണ്ട. പിന്നെ നിങ്ങൾ കമന്റ് ബോക്സ് ഓഫ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ കൊണ്ട് എത്തിച്ചില്ലേ എന്തായാലും? മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളുടെ തെറ്റ് മനസ്സിലാക്കി. ഈ കിടന്ന് മെഴുകാണ്, അത് സീരിയസ്ലി ഫസ്റ്റ് ചെയ്യും. മനസ്സിലായോ ചേച്ചി? തെറ്റ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ വിഷയമില്ല. ഇനിയുള്ള സ്റ്റാഫുകൾക്ക് ഈ ദുരന്തം എന്നുള്ള ഒരു അനുഭവം ഉണ്ടാക്കരുത്. പിന്നെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, 2 ദിവസം മുമ്പേ എങ്ങാണ്ട് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ട ഒരു വോയിസ് പുറത്ത് വന്ന് അത് എൻ്റെ കയ്യിൽ എത്തണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഇപ്പോഴും നിങ്ങളുടെ അവിടെ ഉള്ള സ്റ്റാഫുകൾ എന്തുമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവിടെ നിൽക്കുന്നതെന്ന് അത്രയും ചിന്തിച്ചാൽ മതി. ഞാൻ നിങ്ങളോടാണ് പറഞ്ഞത്, എനിക്കെതിരെ പറഞ്ഞ ഓരോ വ്യക്തികളോടുമാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട്. ഈ ആരോപണങ്ങൾ നിങ്ങൾക്ക് നേരെ ഉന്നയിക്കുന്ന ആൾക്കാരുമായിട്ട് നിങ്ങൾ എൻ്റെ മുൻപിൽ വരൂ. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പബ്ലിക്കായിട്ട് നിങ്ങളുടെ മുമ്പിൽ അതിന് തെളിവുണ്ടെങ്കിൽ മാപ്പ് പറയാം. എന്നിട്ട് അവർക്ക് എന്തൊക്കെയാണോ അവർ ആരോപിക്കുന്ന ആരോപണങ്ങൾ അതിനുള്ള പ്രൂഫ് ഉണ്ടെങ്കിൽ ഞാൻ അതിന് പരിഹാരം കണ്ടെത്താന്ന് പറഞ്ഞിട്ട് ഈ മൊബൈലും തൂക്കി നടക്കുന്ന ഈ കുരയ്ക്കുന്ന ഒരു മനുഷ്യരെയും കണ്ടില്ലല്ലോ. എന്താണ് നിങ്ങൾ കുരയ്ക്കുന്ന മനുഷ്യരുടെ നല്ല ഉദ്ദേശം എനിക്കത് മനസ്സിലായി. എങ്കിലും കുഴപ്പമില്ല, ഇരിക്കട്ടെ. നമുക്ക് പുത്തരിയൊന്നുമില്ല ഇവന്മാരോ ഇതുപോലത്തെ ഊളളവായിരിക്കുന്നത് കേൾക്കുന്നത്. ഓക്കെ, ഓട്ടാവും. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ തെളിവുമായിട്ട് വരാൻ.
ഞാനൊരു തെളിവ് വെച്ചില്ലേ, നിങ്ങൾ പറഞ്ഞില്ലേ 25,000-നോ 15,000-നോ താഴെ ആർക്കെങ്കിലും സാലറി കൊടുത്തിട്ടുള്ള ചെക്കിന്റെ സ്ലിപ്പുമായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നത് ചെയ്യുമെന്ന്. ഞാൻ പക്കയായിട്ട് വീഡിയോയിലെടുത്ത് വെച്ചില്ലേ 6,000 9,000 ഒക്കെ കൊടുത്ത ചെക്ക്. അപ്പൊ അതിനൊന്നും നിങ്ങൾക്ക് അനക്കമില്ല. അത് ഇവിടെ മുങ്ങിയാ നിങ്ങൾ. ആ ചെക്കും കൊണ്ട് ഞാൻ വന്നു കഴിഞ്ഞാൽ ആ ചെക്ക് കൊടുത്ത് ആ ഒരു ഫോട്ടോ ഇപ്പോഴെൻ്റെ കയ്യിലുണ്ട്, അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന പൈസ നിങ്ങൾ ആ പിള്ളേർക്ക് കൊടുക്കുമോ? വെല്ലുവിളിയായിട്ട് വേണമെങ്കിൽ എടുത്തോ, കൊടുക്കൂ. ആ ചെക്കിന്റെ ഫോട്ടോ ഞാൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ പൈസ കൊടുക്കൂ, ഞാൻ പറയുന്ന പൈസ ആ പിള്ളേർക്ക് കൊടുക്കൂ? ഇല്ലല്ല. പിന്നെ മെഴുകാതെ. അതാണ് നിങ്ങൾ ഞാൻ ആദ്യമേ പറഞ്ഞ ആനയെന്ന് പറഞ്ഞ തൊലി എന്ന് പറയുന്നു. നിങ്ങൾക്കൊക്കെ അപ്പൊ നിങ്ങൾക്ക് ആർക്കും വരണ്ടേ? പിന്നെ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു സ്ഥാപനത്തിന് ഇത്രയും നാൾ പടുത്തുയർത്തിയതേ? നോക്ക്, ഇതുപോലൊരു 10 പീസ് കൊണ്ടുവച്ചൊരു ബിസിനസ് ചെയ്യാൻ നിന്നെയും കൊണ്ടൊക്കെ കഴിവുണ്ടോ? ഇല്ല. നിനക്ക് എന്തെങ്കിലും കലാപരമായ കഴിവുണ്ടോടാ? നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ? നിന്നെ 4 പേര് അറിയുമോടാ നാറി? ആ സാധനമാണ് എനിക്ക് ചേച്ചിയുടെ വർത്തമാനത്തിന് ഓർമ്മ വന്നത്. ചേച്ചി, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത്രയും വലിയ സ്ഥാപനമില്ലേ, അവിടെ ഒരു CCTVയുടെ എന്താണ് ഇല്ലാത്തത്? എന്തുകൊണ്ട് വച്ചില്ല ഇത്രയും വലിയൊരു സ്ഥാപനത്തിൽ? കാരണം അവിടെ ഇതുപോലെ നടക്കുന്നതും സ്റ്റാഫിനോട് നടക്കുന്ന ക്രൂരതകളും നിങ്ങളുടെ ഇരട്ടത്താപ്പുകളും ഒരാളെടുത്ത് അപ്പുറത്ത് പോയി കുറ്റം പറയുന്നു, ഈ സാധനങ്ങളെല്ലാം പുറത്തു വരും. അത് വരാണ്ടിരിക്കാനല്ലേ ഇത്ര വലിയൊരു സ്ഥാപനത്തിൽ നിങ്ങൾ ഒരു CCTV പോലും ഇതുവരെ വയ്ക്കാത്തത്? ഇത്രയും ചിന്തിച്ചാൽ മതി. പിന്നെ ഈ ക്വാണ്ടിറ്റിയിൽ ഇത്രയും ഇതിൽ ഞാൻ ഒരു 3-4 വീഡിയോസ് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഞാൻ 10 പിള്ളേർക്ക് ജോലി കൊടുത്തപ്പോൾ എന്റെ നേരെ കുരയ്ക്കാൻ നിനക്കൊക്കെ എന്ത് യോഗ്യതയാണുള്ളത്? നിനക്ക് എത്ര അന്തസ്സുണ്ടാ? നിനക്ക് കലാപരമായ വല്ല കഴിവുണ്ടാടാ? ആ ആരോപണങ്ങളുമായിട്ട് എന്റെ മുന്നിൽ വരൂ. എനിക്ക് നേരെ വന്നിരിക്കുന്ന ആ ആൾക്കാരുമായിട്ട് നിങ്ങൾ എന്റെ മുന്നിൽ വരൂ എന്ന് പറഞ്ഞിട്ട് ഇതുവരെ നിങ്ങളെ ഒരാളെ കണ്ടോ? എന്തുകൊണ്ട് നിങ്ങൾ വന്നില്ല? ഒരു യൂട്യൂബിന്റെ മുന്നിൽ വന്നിരുന്ന ഇത്രയും നാള് കഷ്ടപ്പെട്ട് പടുത്തുയർത്തിക്കൊണ്ടുവന്ന ഒരു സ്ഥാപനത്തിന്റെ കുറ്റം പറ. എന്റെ ഗ്രൂപ്പിലിട്ട വോയിസുകളാണ്. മറ്റൊരുത്തന്റെ ബെഡ്റൂമിൽ ഒളിഞ്ഞു നോക്കുന്ന അത്ര നല്ല സ്വഭാവമല്ല എന്റെ ഗ്രൂപ്പ്. ഇപ്പൊ നിങ്ങളുടെ ഗ്രൂപ്പിലിട്ടത് നമ്മൾ എത്തി നോക്കിയെന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്. ഗ്രൂപ്പിലിട്ട വോയിസ് അപ്പൊ ഫേക്ക് അല്ലല്ല? അതുള്ള വോയിസ് തന്നെയല്ല. അതിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും ഫേക്ക് അല്ലല്ല. അതൊക്കെ നിങ്ങൾ പറഞ്ഞ കാര്യമല്ലേ? അത് തന്നെയാണ് പറഞ്ഞത്. എന്താണ് ഇവിടെ നടക്കുന്നത്? ഇതാണോ ഒരു സ്ഥാപനത്തിൽ നടക്കേണ്ടത്? നിങ്ങൾ പറയുന്ന 3 മണിക്കൂർ ജോലി എന്നിട്ട് 2 ദിവസം മുമ്പേ സിബിഎണ്ണ എന്ന് പറയുന്ന 11 മണി തൊട്ട് 5 മണി വരെ. ഇതും തമ്മിൽ എന്തുവാ ഇവിടെ നടക്കുന്നത്? നിങ്ങളുടെ ആഡിൽ പറഞ്ഞ 3 മണിക്കൂർ ജോലി എന്ന് എന്താ അവിടെ നടക്കുന്നത്? ഇതെല്ലാം ഒരു തെളിവല്ലേ? ഇതിനൊന്നും നിങ്ങൾക്കൊരു എക്സ്പ്ലനേഷൻ ഇല്ല. നിങ്ങൾ വന്നിരുന്ന് വാങ്ങിയെന്ന് പറഞ്ഞാൽ തൊലിയെന്ന് പറഞ്ഞുകൊണ്ട് പോകും. നോക്കാം. ഞങ്ങൾ കൊടുക്കുന്ന സ്ഥാപനത്തിൽ ഞങ്ങൾക്കൊരു റൂൾ ഉണ്ട്. അത് എവിടെ ആർക്കാ ചോദ്യം ചെയ്യാൻ അവകാശം? നിങ്ങൾ ഈ കേരളത്തിലുള്ള ഓരോ സ്ഥാപനങ്ങളിലും പോയി അവിടുത്തെ റൂളുകളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്ക്. നിങ്ങൾ ഞെട്ടിപ്പോകും. ഒരു ബിസിനസ് നടത്തുന്നവർക്ക്, ഒരു സ്ഥാപനം നടത്തുന്നവർക്ക് അവരുടെ സ്ഥാപനം നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ അതിന് റൂൾസ് ഉണ്ട്. ആ ഗ്രൂപ്പിലിട്ട് ഓരോ വോയിസുകളാണോ നിങ്ങളുടെ മുമ്പിൽ ഈ തെളിവുകൾ? ആണോ? നിങ്ങൾ ഒരു ബിസിനസ് നടത്തി നോക്കൂ, അല്ലെങ്കിൽ ഒരു ബിസിനസ് നടത്തുന്നവരോട് അന്വേഷിച്ചു നോക്കൂ. അപ്പൊ ഗ്രൂപ്പിലിട്ട വോയിസ് ഒന്നും വോയിസ് അല്ലേ ചേച്ചി? ഇതെന്താ പറയുക? ഇതുവരെ നേരം വെളുത്തില്ലേ? സമയം സമയം കുറെ ആയി, ഉച്ചയായി. എന്തൊക്കെയാണ് അതിന്റെ കാരണങ്ങളെന്ന് അല്ലാതെ 4 പേര് എവിടെയെങ്കിലും ഇരുന്ന് എന്തെങ്കിലും നിങ്ങളോട് വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിനെ ഉടനെ പൊക്കിപ്പിടിച്ച് ഇപ്പുറത്തെ അഭിപ്രായം പോലും കേൾക്കാതെ ഒരു കാര്യങ്ങളും കേൾക്കാതെ ഒരു വളർന്നുയർന്നു നിൽക്കുന്ന ഒരു സ്ഥാപനത്തിനകത്ത് പൂട്ടിക്കാനായിട്ട് കുറെ എണ്ണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഇനിയും വരും. എനിക്കെതിരെ വന്ന ഓരോ കാര്യങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തും. വെയിറ്റ് ആൻഡ് വാച്ച്. അപ്പൊ ചേച്ചി വരണം. ചേച്ചി ഇങ്ങനെയാണെങ്കിൽ വരണ്ട കേട്ടാ. ഇങ്ങനെയാണെങ്കിൽ വരണ്ട. പഴയ പോലെ തുണി കച്ചവടം തുടങ്ങി അങ്ങ് പൊക്കോ. ഇങ്ങനത്തെ എക്സ്പ്ലനേഷൻ എനിക്ക് കേൾക്കണ്ട. ഇതിലൊന്നുമില്ല. ഞാൻ ഇന്ന് പൊട്ടിക്കാൻ വേണ്ടി വെച്ചിരുന്ന്, അതുകൊണ്ട് ഇന്ന് എനിക്ക് ജലദോഷമായിട്ട് 2 ദിവസം കഴിഞ്ഞ് പൊട്ടിക്കാൻ. ഓക്കെ. എന്നിട്ട് ഘോര പ്രസംഗവും ഇതിനു ശേഷം തുണി കച്ചവടവും നടക്കുന്നുണ്ട്. ചേച്ചി ഞാൻ ഇതെന്ത് പറയണം? നമ്മൾ പറയുന്നുണ്ട്, ചേച്ചി പറയുന്ന വേറെ ഒന്ന്. ചേച്ചിക്ക് ഒരു ബന്ധമില്ലാതെ ചേച്ചി സംസാരിക്കുന്നു. ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാവും ഇവിടെ. ഞാൻ ഇപ്പോഴും പറയണേ ചേച്ചി, അവിടെ നിന്ന് ഒരുപാട് കുട്ടികൾക്ക് ദുരിത അനുഭവം ഉണ്ടായി. നിങ്ങളുടെ സിബി സാറിൻ്റെ അടുത്ത് നിന്ന് വരെ ഒരുപാട് മോശം അനുഭവങ്ങൾ പിള്ളേർക്ക് ഉണ്ടായിട്ടുണ്ട്. അതിന് ക്ലിയർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ തന്നേ പറ്റത്തുള്ളൂ. അതിനെന്താ സിബി സാറിൻ്റെ കയ്യിലൊന്ന് മോശം അനുഭവം ഉണ്ടായ പിള്ളേരെ കുറിച്ച് ഈ സിബി എണ്ണ എവിടെ? ഇടയ്ക്ക് കാറിലൊന്ന് ഹാരം ഇട്ടിട്ട് ഞാൻ ഫിനിക്സ് പക്ഷിയാണ്, ഞാൻ കടുവയാണ്, പുലി പായുന്നത് കുതിക്കാനാണ്, ഇതൊക്കെ പറഞ്ഞിട്ട് പോണാണ്ട്. പിന്നെ ഒരറിവില്ല. കറക്റ്റായിട്ടുള്ള എക്സ്പ്ലനേഷൻ തരണം ചേച്ചി. പിന്നെ ഈ പറഞ്ഞ പോലെ പിള്ളേരുടെ കയ്യിൽ ഈ സിബി എണ്ണ മോശമായിട്ട് പെരുമാറിയതിന് പിള്ളേർ എവിടെ നിന്നാണ് തെളിവെടുക്കേണ്ടത്? നിങ്ങളുടെ കടയിൽ CCTV ഉണ്ടായാലും തൂക്കാമായിരുന്നു. അതൊന്നുമില്ല. പിന്നെ എങ്ങനെയാണ് ആ പിള്ളേർ ആ കേസിൽ തെളിവെടുക്കാൻ? മനസ്സിലായ? എന്തായാലും നോക്കട്ടെ. എന്തായാലും ചേച്ചി പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ തെളിവ് ഭയങ്കരമായിട്ട് തപ്പിക്കൊണ്ടിരിക്കുക. വരട്ടെ. വെയിറ്റ്.
എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് പുതിയ വീഡിയോ ആയിട്ടാണ്. ബൈ.